ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോയി സൗവർണ്ണ നദിയിലൊക്കെ പോയി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നിടം വരെയാണ് നിർത്തിയത്. ഇപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അത് സെയിം ഡേ തന്നെയാണ് കേട്ടോ. എനിക്ക് ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, സ്പീഡിൽ പറയുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ബീച്ചാണ്. നമ്മൾ ബീച്ചാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഏത് ബീച്ചാണ്. മൂകാംബിക അമ്പലത്തിൻ്റെ തൊട്ടടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം 73 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടെ എത്താൻ. ട്രാഫിക്കൊക്കെ നോക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിൽ നമുക്കിവിടെ എത്താം. അപ്പോൾ ഞങ്ങളിത് ഇപ്പം മാൽപ്പേ ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാൽപ്പേ ബീച്ച്. അപ്പം മൂകാംബിക വരുന്നവരൊക്കെ ഇവിടെയും കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. മാൽപ്പേ ബീച്ച് ഒത്തിരി തിരക്കൊന്നുമില്ല ഇപ്പം കേട്ടോ. നല്ല തൂവെള്ള മഞ്ഞല്ല മണ്ണ്, നല്ല മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തന്നെ തോന്നല്ലേ. നല്ല വെള്ള കളറിലെ മണ്ണ്, അതിൽ കൂടെ ഓടാൻ തന്നെ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. കേശു ആദ്യമൊക്കെ ഓടി ഇങ്ങനെ കളിക്കുക മണ്ണിൽ കൂടെ. അപ്പം നമ്മൾ മാൽപ്പേ ബീച്ചിൽ നിന്നും നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിലോട്ട് പോകണം. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു അഡൽറ്റിന് 400 രൂപയാണ് സെൻറ്റ് മേരീസ് ഐലൻഡിലോട്ട് പോകാനുള്ള ബോട്ട് ഫീസ്. എനിക്കൊന്ന് 5 വയസ്സിന് താഴെയോ 5 വയസ്സ് എന്തോ ഉള്ള പിള്ളേർക്ക് അതിലും കുറച്ചുകൂടെ കുറവാന്ന് തോന്നുന്നു. 250-300 എങ്ങാണ്ടാണ്. ആമിക്കുട്ടിക്കൊന്നും ടിക്കറ്റ് ഇല്ല. അപ്പം നമ്മൾ അവിടുന്ന് ബോട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരു 1/4-3/4 മണിക്കൂറോളം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു സെൻറ്റ് മേരീസ് ഐലൻഡിലോട്ട് പോകാൻ. കുറേ ബോട്ടുകളുണ്ട്, എന്നാലും കുറച്ച് 1/2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ക്യൂ നിന്നിട്ട് നമ്മുടെ ബോട്ട് വന്നപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1/2 മണിക്കൂർ കേട്ടോ. 1/2 മണിക്കൂറിൽ കൂടുതലില്ല, അത്രയേ ഉള്ളൂ ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ സൺസെറ്റ് സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിലിരുന്നുകൊണ്ടും സൺസെറ്റൊക്കെ ആസ്വദിച്ചു. അതുപോലെ ഇവിടെ എത്തിയപ്പോഴും നമുക്ക് സൺസെറ്റ് അവിടെ ഇങ്ങനെ കാണാം. അപ്പം ഇത് സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ജിയോളജിക്കൽ മോണുമെൻ്റ് ആണ്. കർണാടക സ്റ്റേറ്റിലുള്ളത് കേട്ടോ. ഇത് ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ ഒരു ജിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ കേരളത്തിലൊന്നും കാണുന്ന പോലത്തെ നമ്മുടെ പാറക്കല്ലല്ലേ ഇത്. അത് ഞാനിപ്പം നമ്മുടെ പാറക്കല്ല് കാണിക്കാം. ഒരു പ്രത്യേക തരത്തിലെ പാറക്കല്ല ഇവിടെ ഉള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ കണ്ടു, ഇവിടെ എൻട്രൻസ് കവാടം പോലെ അവർ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഇതെന്തോ ബോണുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന എൻട്രൻസ് ഒന്നും. പക്ഷേ ബോണൊന്നുമല്ല, നമ്മുടെ തെങ്ങിൻ്റെ മടലില്ലേ അതിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എത്തിയ സമയം ഇച്ചിരി വൈകിട്ട് സമയം, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ലാത്ത. അല്ലെങ്കിൽ ഭയങ്കര സൂപ്പറാണ് ഇവിടെയൊക്കെ കാണാനും. അപ്പം ബീച്ച് ഇങ്ങനെ 4 സൈഡിലും ബീച്ചാണ്. ഐലൻഡ് എന്ന് പറയുമ്പോൾ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആമിക്കുട്ടിയൊക്കെ അങ്ങ് ടയേർഡായി കേട്ടോ കുറച്ചൊക്കെ. അപ്പം എനിക്കത് പൊടി അതെല്ലാം കൂടെ അടിച്ചിട്ട് തലയൊക്കെ ചൊറിയുന്നുണ്ട്. പക്ഷേ ഈ മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ടയേർഡാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉറക്കം തൂങ്ങിയൊക്കെ ആണെങ്കിലും കളിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറകൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക തരത്തിലെ പാറകളാണ്. അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ കളറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ഈ നമ്മുടെ മലയിൽ പൊട്ടിച്ചെടുക്കുന്ന പാറ പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നിയിട്ട് ഇതിന് ആരും ഇങ്ങനെ ചെത്തി ഷേപ്പാക്കി വെച്ചേക്കുന്ന പോലെ തോന്നില്ലേ. ഇത് സയൻറ്റിഫിക്കായിട്ട് പറയുന്ന പണ്ട് എപ്പോഴും മടിയിൽ നിന്ന് പൊട്ടി ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടേ മലവയ്ക്കയിൽ എന്നിട്ട് അതിങ്ങനെ ഘനീഭവിച്ചുണ്ടായ പാറകളാണിതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഭംഗി വളരെ കൂടുതലാണ്. എന്ത് വേണ്ടിയാണെന്ന് നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് കിടക്കും. അതിൽ എന്നാലും വലിയ തെന്നലൊന്നുമില്ല കേട്ടോ അവിടെ. പിന്നെ ഇവിടുത്തെ മണ്ണല്ലേ ദീപി മൊത്തം ഇങ്ങനെ കക്കയില്ലേ, നമ്മുടെ ഷെല്ല് കക്ക, അതിങ്ങനെ പൊട്ടി കിടക്കും കേട്ടോ. അതിൻ്റെ അടി മണ്ണ് കാണും. ഇതിങ്ങനെ പൊട്ടി കിടക്കുന്നത് ഇവിടെ മൊത്തം ആ കട്ട ഇങ്ങനെ പൊട്ടി കട്ടയല്ല കക്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. എല്ലാ നാട്ടിലും എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ബീച്ച് സൈഡിലൊക്കെ കക്കയിൽ നല്ല വെള്ള കക്കയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെളുത്ത മണ്ണ് പോലെ കിടക്കുന്നത്, മണ്ണിനകത്ത് മിക്സായും കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ബീച്ചിൽ തന്നെ ഇങ്ങനെ സ്വിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഹാർഡും ഒക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിൽ കടയും ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ജ്യൂസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പും ഉണ്ട് അപ്പുറത്തായിട്ട്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ശരിക്കും സെൻറ്റ് മേരീസ് ഐലൻഡ്. മൊത്തം തെങ്ങുകളും ഒക്കെ ആയിട്ട് അത്ര വൃത്തികളൊന്നും ആക്കിയിട്ടില്ല ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിൽ ഇപ്പം ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ബോട്ട് അവർ നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ കളർ അനുസരിച്ച് അവർക്കറിയാം. ഇപ്പം നിങ്ങളുടെ മുഴുവൻ ചോദിക്കും പിങ്ക് ടിക്കറ്റാണോ വൈറ്റ് ടിക്കറ്റാണോ എന്നാൽ നിങ്ങളുടെ സമയമായെന്നൊക്കെ പറയും അടുത്ത ബോട്ടിൽ പോകാനുള്ള. കാരണം അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ ലിമിറ്റ് ചെയ്യണമല്ലോ. എല്ലാവരും കൂടെ അവിടെ നിന്ന് ഒത്തുനിന്നാൽ ക്രൗഡഡ് ആകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നപ്പോൾ അവിടെ കുറേ പേര് പട്ടമൊക്കെ പറത്തുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പം കേശുവിനൊക്കെ ഒരു ആഗ്രഹം പട്ടം പറത്താൻ. അപ്പോൾ അവിടെ എന്തായാലും പട്ടം വിൽക്കാൻ ഒരാളിരിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പട്ടം മേടിച്ചു.
കൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാർട്ടൂണൊക്കെ ഉള്ള രീതിയിലാണ് പട്ടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയവരെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കേശുവിനായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാർട്ടൂൺ രീതിയിലുള്ള ഒരെണ്ണമാണ് മേടിച്ച്. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് പട്ടം പറന്നവന് ഭയങ്കര ഇഷ്ടം പട്ടമൊക്കെ പറത്ത്. അപ്പോൾ ശരിക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് പറത്തി കൊടുത്ത്. പിന്നെ അവനത് ഏറ്റെടുത്തപ്പോൾ അത് ശരിക്കും മറ്റുള്ള പട്ടത്തിൻ്റെ കൂടെ ഒക്കെ അങ്ങ് മേളിലെത്തി. അങ്ങനെ പട്ടമൊക്കെ പറത്തി കുറേ ടൈം അങ്ങ് പോയിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂകാംബിക ഉടുപ്പി അമ്പലത്തിലും പോകണമെന്ന് വിചാരിച്ചു. അത് ഇന്ന് നടന്നില്ല. അപ്പോൾ നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ ഡിമാർട്ടിൽ പോയത് രാത്രി ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട്. ഉടുപ്പിയിൽ ഞങ്ങൾ റൂം എടുത്തതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ ഡിമാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. സ്കൂൾ തുറപ്പൊക്കെ വരുമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ഉടുപ്പി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. ഉടുപ്പി ക്ഷേത്രത്തിൽ പോയ വീഡിയോസ് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉടുപ്പി അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. സ്പെഷ്യൽ ക്യൂ ഒക്കെ എടുക്കേണ്ടി വന്നേ അകത്ത് കയറാൻ. സ്പെഷ്യൽ ടിക്കറ്റ് ഏകദേശം ഒരാൾക്ക് 200 രൂപ വെച്ച് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത്. എന്നിട്ടും അതിലും ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക.